ഹലോ, സെയിൽ വീഡിയോ ആണ്. അതിന് മുന്നേ നമ്മുടെ ഗാർഡൻ അപ്ഡേറ്റ്സ് ഒന്ന് ഞാൻ പറയാം. നമ്മുടെ ഗാർഡനിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഓർഡർ ചെയ്തവരും ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബിലെ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒന്നല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. വീഡിയോ ആയിട്ടാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇനി അഥവാ വീഡിയോ കാണാൻ ടൈം കിട്ടാത്തവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള ഗാർഡൻ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഓരോ മെസ്സേജ് അയക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ വിവരം കാരണം അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ മെസ്സേജ് അയക്കുന്നത്. കോമൺ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ വാട്സപ്പ് വഴി അയക്കുന്നതായിരിക്കും. കൂടുതലും നമ്മൾ യൂട്യൂബിലാണ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ. മെയിൻ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് അറിയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൽ നമുക്ക് നിങ്ങളിപ്പോൾ അയക്കുന്ന മെസ്സേജ് പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് നോക്കുക എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എന്തായാലും ഇട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും കോമൺ അപ്ഡേറ്റ്സ് ആണെങ്കിൽ ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക ചാനൽ എടുത്തിട്ട് കേട്ടോ. അത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഓർഡർ ഇപ്പം നമ്മൾ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജിൽ കുറേ ഗാർഡൻ്റെ റൂളൊക്കെ പറയുന്ന പോലെ തന്നെ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമുക്ക് വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ് അറിയിച്ചത്. പിന്നെ നമുക്ക് 20 ദിവസം വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് വരുന്നതെന്ന് പറയുന്നുണ്ട്. പെൻഡിങ് ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. 3 ആഴ്ചയായിട്ട് കറക്റ്റായിട്ട് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ കാരണം എന്നൊക്കെ ഉള്ളത് ഗാർഡൻ അപ്ഡേറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണെങ്കിൽ ഇനിയിപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുക. അതിലും നമ്മുടെ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം. പ്രിൻസസ് ടി മൊണാക്കോ റോസ് ആണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. വളരെയധികം ഫ്ലവറിന് വലിപ്പം വയ്ക്കുന്ന ഒരു ക്ലൈംബിംഗ് സുന്ദരിയാണ് പ്രിൻസസ് ടി മൊണാക്കോ റോസ്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലെടുത്ത് നോക്കുക കേട്ടോ. ചാനലിൽ ഒത്തിരി റോസുകളെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യേണ്ട പ്ലാന്റ് ആണ്. പ്രീ ഓർഡർ എന്താണെന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആഗ്രഹമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഷോർട്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒത്തിരി ബൾക്കായിട്ടൊന്നും കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ അല്ല കേട്ടോ. ഇതുവരെ നമ്മൾ ഗാർഡനിൽ അങ്ങനെ വന്നിട്ടില്ല. മദർ പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത്. മദർ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിംഗ് സൈസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗാർഡനിൽ വന്നിട്ടുള്ളത് ഇതിനും വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഒരു റേറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് നോർമൽ സൈസ് പ്ലാന്റൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ പറയാറുണ്ട്. പിന്നെ നമുക്ക് കാറ്റലോഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്യേണ്ട പ്ലാന്റ്സിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ പറയുന്നില്ലെന്നാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. അതിൽ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം പ്രീ ഓർഡർ പ്ലാന്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉണ്ട്. സൈസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുക. എൻ്റെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് പറയുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഏറ്റവും ചെറിയ മദർ പ്ലാന്റ്സിൻ്റെ സൈസ് ആയിരിക്കും കാണിക്കുന്നത്. അത് തൊട്ട് വലിയ പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ടെക്യുലിയ സൺറൈസ് റോസ് ആണ്. നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് മദർ പ്ലാന്റ് ആണ്. ടെക്യുലിയ റോസിൻ്റെ നോർമൽ സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് സെയിൽ ചെയ്തിട്ടുണ്ട്. വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം. 180ൻ്റെ പ്ലാന്റ് ഓഫറിൽ 150-നാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ആണ് കൊണ്ടുവരുന്നതെന്നുള്ളൊരു പരാതി ഇത് കാണുന്നവർക്ക് ഉണ്ടാകാം. എനിക്ക് നേരത്തെ മെസ്സേജൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നതനുസരിച്ചിട്ട് ചെറിയ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടെക്യുലിയയുടെ മദർ പ്ലാന്റ് ആണ് വരുന്നത്. കഴിഞ്ഞ സെയിലിലും മദർ പ്ലാന്റ് ആണ് കിട്ടിയത്. വളരെ ഭംഗിയായിട്ടുള്ള ഇതുവരെ വന്നിട്ടുള്ള ടെക്യുലിയ പ്ലാന്റ്സിൽ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. ടെക്യുലിയയുടെ ഇതിലും വലിപ്പമുള്ള ഞാൻ ഈ കാണിക്കുന്നതിലും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു കളറ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, ആ ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കളറാണ് ഈ പ്ലാന്റിന് ഫ്ലവറിനുള്ളത്. അതുകൊണ്ടായിരിക്കാം ടെക്യുലിയ സൺറൈസ് എന്നുള്ളൊരു പേരതിന് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള അതിൻ്റെ ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഷെയ്ഡാണ് ആ ഒരു ഫ്ലവറിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും സെയിൽ ചെയ്യാൻ പോലും നമുക്ക് തോന്നത്തില്ല. അത്ര ഭംഗിയായിട്ടാണ് ഓരോ പ്ലാന്റ്സിലും ഫ്ലവറോട് കൂടി നിൽക്കുന്നത് കേട്ടോ. പിന്നെ പല കസ്റ്റമേഴ്സും അയക്കുന്ന ചെടിയിൽ ഫ്ലവർ ഉണ്ടോ, മൊട്ടുകളുണ്ടോ, മൊട്ടുകളുള്ളത് തരുമോ, എനിക്ക് ഇന്ന ദിവസത്തേക്ക് വേണ്ടതാണെന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മഴ പെയ്യുന്ന ഒരു സമയമാണിത്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. എൻ്റെ സ്ഥലം എറണാകുളമാണ്. ഇവിടെ നല്ല മഴയാണ്. ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ കൊറിയർ അയക്കുന്ന പ്ലാന്റിൽ ഫ്ലവർ അങ്ങനെ വെക്കാറില്ല. ഫ്ലവർ കട്ട് ചെയ്ത് മര്യാദക്കുള്ള ഫ്ലവർ, അതായത് ചില ഫ്ലവർ ഉണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഫ്ലവറുകളുണ്ട്. അപ്പോൾ അങ്ങനെ പെറ്റൽസ് ഉള്ള സോഫ്റ്റ് പെറ്റൽസ് ഒക്കെ ഉള്ള അങ്ങനത്തെ പ്ലാന്റ്സ് ഒരിക്കലും ഫ്ലവറായിട്ട് അയച്ചു തരാറില്ല. കട്ട് ചെയ്യും. കാരണം പ്ലാന്റ് ചീത്തായി പോകും. പിന്നെ നിങ്ങൾക്ക് കൊറിയർ വഴി കിട്ടുന്ന പൂവാണെങ്കിലും മൊട്ടാണെങ്കിലും ചില സമയത്ത് വാടിയൊക്കെ അത് കിട്ടുള്ളൂ. മുട്ടൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു നമ്മൾ മണ്ണ് മാറ്റിയിട്ടൊക്കെ തരുന്ന സ്ട്രെസ്സിൽ ആ മുട്ടൊക്കെ വാടും. അപ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നടാൻ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങുന്നവരായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന. ഒരുപാട് നമ്മുടെ കൈ കിട്ടിയാലും അത് വിരിയും. നിങ്ങൾക്ക് അറിയാമല്ലോ കൊറിയർ വഴി എങ്ങനെയാണ് പ്ലാന്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇനി അങ്ങനെ പൂക്കളും മുട്ടുകളൊക്കെ നന്നായിട്ട് അത്യാവശ്യം പൂവായിട്ടൊക്കെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. ഇനി അങ്ങനെ നന്നായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ ഡയറക്റ്റൊക്കെ ചെന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊറിയറിൽ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിലാണെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് കൂടുതലും ഫ്ലവർ തരുന്നതല്ലല്ലോ. ഇപ്പോൾ ആന്തൂറിയം നമുക്ക് എടുക്കുവാണെങ്കിൽ ആന്തൂറിയം പ്ലാന്റ്സിലൊക്കെ നമ്മൾ ഫ്ലവറോടുകൂടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പോട്ട് ചെയ്താൽ ആ ഫ്ലവർ അങ്ങനെയൊക്കെ തന്നെ നിൽക്കും. ഇപ്പോൾ ജെറബറ ചില സമയത്ത് മാത്രം കേട്ടോ അയച്ചു വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നിൽക്കാറുണ്ട്. റോസ് പ്ലാന്റ്സിൽ ഫ്ലവർ അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ഫ്ലവറായിട്ട് അയച്ചെന്നാലും കൊറിയറിലിരുന്ന ആ ഫ്ലവർ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു അലങ്കാര ചെടി, ഒരു ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നിർത്താൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഫ്ലവറോടുകൂടി ചോദിക്കുന്നത്. പക്ഷേ ഓൺലൈൻ വഴി പ്ലാന്റ്സ് വാങ്ങുമ്പോൾ ഫ്ലവർ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റൊക്കെ പോയി നഴ്സറിയിൽ നിന്ന്, നമുക്ക് ഡയറക്റ്റ് ഇല്ല, കൊറിയർ സർവീസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ബ്ലാക്ക് റോസിലൊക്കെ വരുന്ന അബ്രാക്കാഡബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ഇതിൽ മെയിനായിട്ടും യെല്ലോ കളറാണ്. ഇത് ആദ്യം വിരിയുന്ന സമയത്ത് യെല്ലോ ആണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് വൈറ്റ് ആയിട്ട് കണ്ടോ, ഇതിലൊരു യെല്ലോ ആണ്. പിന്നെ അതൊരു വൈറ്റ് കളറിലോട്ട് മാറുകയാണ് കേട്ടോ. മദർ പ്ലാന്റ് ആണ്. ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ബ്ലാക്ക് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇത് ബ്ലാക്ക് റോസിൻ്റെ അബ്രാക്കാഡബ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വരുന്നതാണ്. യെല്ലോ ആണ് ഇതിൽ കറക്റ്റ് കളർ കേട്ടോ. വൈറ്റ് ഇതിൽ പൂവ് നന്നായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ അതൊരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറിയെന്നുള്ളൂ. അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് റോസും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അബ്രാക്കാഡബ്ര റോസും പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് തന്നെ വിരിഞ്ഞിട്ടാണ് ഈ സ്ട്രൈപ്സ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനുണ്ട്. ഇതിലേതാണ് പ്ലെയിൻ ആയിട്ടുള്ള റോസ് ഏതാണ്, അബ്രാക്കാഡബ്ര ഏതാണെന്നൊരു കൺഫ്യൂഷനുണ്ട്. എന്തായാലും രണ്ട് റോസും അടിപൊളി റോസാണ്. പിന്നെ അതാ ഈ ഒരു വെറൈറ്റി കേട്ടോ, ക്ലൈംബിംഗ് റോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു റോസാണിത്. ഒരു മാമ്പഴ മഞ്ഞ നിറം എന്നൊക്കെ പറയാൻ പറ്റും. ശരിക്കും മഞ്ഞ കളർ റോസുകളിൽ ഓരോ റോസും ഓരോ വെറൈറ്റിയാണ്. അതുപോലെ റെഡ് റോസ് ആണെങ്കിലും ഓരോ റോസും ഓരോ വെറൈറ്റിയാണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോസൊക്കെ ആയിട്ട് തോന്നുന്നതായിരിക്കും. ഒത്തിരി ആളുകൾ എൻ്റെ കയ്യിൽ റെഡ് റോസ് ഉണ്ട്, നമ്മൾ പുതിയ വെറൈറ്റി കൊണ്ടുവരുമ്പോൾ അയ്യോ റെഡ് റോസ് ഉണ്ട്, വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് ചോദിക്കണം. പക്ഷേ ഓരോ റോസുകൾക്കും അതിൻ്റേതായ ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ള ഒരു ക്ലൈംബിംഗ് റോസാണ്. ഒത്തിരി പ്ലാന്റ്സ് ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ചെറിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ എടുക്കാം. മദർ പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ക്ലൈംബിംഗ് റോസാണ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാന്റ് സൈസാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം ഈ പ്ലാന്റ്. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റും പ്രീ ബുക്കിംഗ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ സെയിൽ വീഡിയോയിലുള്ള പ്ലാന്റ്സ് എല്ലാം എൻ്റെ പെൻഡിങ് പാക്കിങ് കഴിഞ്ഞിട്ടേ ഞാൻ അയച്ചു കൊടുക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് 20 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. എന്തായാലും ആ ഒരു ദിവസത്തിനുള്ളിൽ പെൻഡിങ് ആയിട്ടുള്ളവരുടെ പ്ലാൻസ് ഒക്കെ അയച്ചു തീരും. അപ്പോൾ നിങ്ങൾക്ക് ആ 20 ഡേയ്സ് തികയാറാവുന്ന ആ ഒരു ടൈമിലായിരിക്കും പ്ലാൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക. ചില കസ്റ്റമർ ഉണ്ട് ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് ചോദിക്കുന്നവർ ഗ്രീറ്റ് മെസ്സേജിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ ഓർഡർ ചെയ്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്തതാ ഈ ഒരു ഡബിൾ കളറിലുള്ള റോസാണ് കേട്ടോ. നല്ല സുന്ദരിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ്. ഇത് നമ്മുടെ ഗാർഡനിൽ നന്നായിട്ട് പിടിച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം. ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പ്ലാന്റ് കട്ട് ചെയ്തേക്കുക. മഴയുള്ള സമയമാണ്, കട്ട് ചെയ്ത പുതിയ തളിർപ്പൊക്കെ വരും. അതുകൊണ്ട് കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. എൻ്റെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ ഈ പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ ആ സമയത്തൊന്നും ഇവർ വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. വലിയ ഫ്ലവർ ആണ് കേട്ടോ ഇത് തരുന്നത്. ഡബിൾ കളറാണ്.
അതുപോലെ തന്നെ അതിസുന്ദരിയായിട്ടുള്ള റോസാണ്. അപ്പം ഞാൻ അതിൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഉണ്ടായിട്ട് 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഗാർഡനിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനിലുള്ള ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതിൽ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും കൊടുക്കാറില്ല, ചാണകപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലവർ ഇത്രയും വലിപ്പത്തിൽ, എന്നാൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ളത് പോലെ തന്നെയാണ് നിൽക്കുന്നതും. ഇത് കണ്ടോ, മദർ പ്ലാന്റ് ആണ്, 1 ഇയർ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗം, വേരുള്ള ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒത്തിരി നാളായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. കണ്ടോ, ഇങ്ങനെയാണ് ഫ്ലവർ വിരിയുന്നത്. ഇത് വെറും ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട്, വലിയ ഫ്ലവർ തന്നെയാണ് കേട്ടോ, ചാണകപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന സുന്ദരി. മഴയത്താണ് ഇത് നന്നായിട്ട് പൂക്കൾ വരുന്നത്. മഴ വരുന്ന സമയത്ത് പുതിയ തളിരൊക്കെ വന്നിട്ട് നന്നായിട്ട് പൂവിടുന്ന ഒരു സുന്ദരിയാണ്. പിന്നെ പറയാനുള്ളത്, DAP ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം വയ്ക്കും. ഇത് നമ്മൾ ചുമ്മാ നമ്മുടെ ഗാർഡനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വളങ്ങളൊന്നും കൊടുക്കാണ്ട് പരിചരിക്കുന്ന ഒരു റോസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ റോസാണ് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാന്റാണ് വന്നിട്ടുള്ളത്. ഈ നിൽക്കുന്ന നല്ല DAP ഒക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളാണ്. അപ്പോൾ നിങ്ങളും DAP ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ച പ്ലാന്റും ഏകദേശം ഇത്രയും വലിപ്പം തന്നെ ഉണ്ട് ഫ്ലവറിന്. DAP ഇട്ടാൽ കുറച്ചുകൂടി നല്ല വലിപ്പം വയ്ക്കും. അപ്പോൾ ആ ഒരു സുന്ദരിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അടുത്തത് സിൽവർ ലൈൻ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിൽ. ഇതൊരു ക്ലൈമ്പിംഗ് റോസ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ശരിക്കും ഇതിൻ്റെ കമ്പുകൾക്ക് കട്ടി കുറവാണ്. ഇവർ നന്നായിട്ട് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഒരു റോസ് പ്ലാന്റ് ആണ്. ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇവരെ പടർത്തി വിടുവാണെങ്കിൽ നല്ല രീതിയിൽ ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. എപ്പോഴും എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസാണ്. 150 തൊട്ട് അങ്ങോട്ട് ഈ റോസ് അവൈലബിൾ ആണ്. ഇപ്പം നമുക്ക് മദർ പ്ലാന്റ് ഒത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ച ഡബിൾ കളർ റോസ് വെച്ച് നോക്കുമ്പോൾ ഈ റോസ് ഫ്ലവറിന് കുറച്ച് വലിപ്പം കുറവാണെങ്കിലും അറച്ച പൂക്കൾ തരുന്ന അടിപൊളി റോസാണ് സിൽവർ ലൈൻ റോസ്. ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ ഇതിന് മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ട്. മദർ പ്ലാന്റ് തന്നെ നല്ല രീതിയിൽ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് മെമ്മോറിയൽ റോസിൻ്റെ ഒരു അടിപൊളി കളറാണ്. ഇതൊരു പിങ്ക് ആയിട്ടാണ് കേട്ടോ, പിങ്ക് റോസാണ്. നിങ്ങൾക്ക് ഇതിന് റെഡ് ആയിട്ടാണോ കിട്ടുന്നതെന്ന് അറിയില്ല, കാണുന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് ഷെയ്ഡൊക്കെ ഒന്ന് മാറിയിട്ടൊരു റെഡ് കളറിലാണ് കിട്ടിക്കുന്നത്. നല്ലൊരു പിങ്ക് കളറുള്ള റോസാണ് മെമ്മോറിയൽ റോസ്. അധികം പ്ലാന്റ് ഇല്ല, വളരെ റെയറായിട്ട് കിട്ടിയിട്ടുള്ളൊരു നമുക്ക് റോസ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് മെമ്മോറിയൽ റോസിൻ്റെ പ്ലാന്റ്. അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പെറ്റൽസ് നിങ്ങൾ നോക്കി നല്ല അടുക്കടുക്കായിട്ടുള്ള ഒത്തിരി ദിവസം വിരിഞ്ഞാൽ നിൽക്കുന്ന ഒരു റോസാണിത്. അതുപോലെ തന്നെ ഇത് മെമ്മോറിയൽ റോസിൻ്റെ ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് കളർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് റൂബി ഓറഞ്ച് കളർ പ്ലാന്റും നമുക്കുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിരുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓറഞ്ച് ഷെയ്ഡുകൾ കാണിക്കുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം തോന്നാം, അല്ല ഒരു സെയിം ആയിട്ട് തോന്നാം. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 റോസുകൾ അടുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് മെമ്മോറിയൽ റോസിൻ്റെ ഓറഞ്ച് കളറാണ്. അപ്പോൾ പിങ്കും ഓറഞ്ചുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അധികം പ്ലാൻസ് ഇല്ല കേട്ടോ. ഇത് പ്രീ ബുക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഇതാണ് നമുക്ക് റൂബി ഓറഞ്ച് കേട്ടോ. ഒത്തിരി കുത്തി പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ്. നന്നായിട്ട് മഴയടിച്ചിട്ട് കുറച്ച് പെറ്റൽസ് കുറച്ച് കുതിർന്നിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കൊഴിഞ്ഞൊന്നും പോകാത്തൊരു പ്ലാന്റ് ആണിത്. 2-3 ദിവസമായിട്ട് നന്നായിട്ട് മഴ നനയാണ്. ഈ റോസ് പ്ലാന്റ്സ് നമുക്കിങ്ങനെ ഷെയ്ഡിലൊന്നും എടുത്ത് വെക്കാനും പറ്റില്ല, ചീത്തായി പോകും. നമ്മളപ്പോൾ തുറസായ സ്ഥലത്ത് തന്നെയാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മഴ അടിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവർ ഒന്ന് കുതിർന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഒത്തിരി ദിവസം നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ റൂബി ഓറഞ്ച് ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മൾക്കിടെ ഗാർഡനിൽ തരംഗമായിട്ടുള്ള ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസ് ആണ്. അപ്പോൾ സുന്ദരിയായിട്ടുള്ള അടുത്ത റോസ് ഞാൻ കാണിച്ചു കേട്ടോ. ആദ്യം മെമ്മോറിയൽ റോസ് കാണിച്ചു, റൂബി ഓറഞ്ച് കാണിച്ചു. ഇത് നമ്മുടെ ഓറഞ്ച് ക്ലൈമ്പിംഗ് റോസാണ്. ഒത്തിരി ആളുകൾ വാങ്ങുന്ന റോസാണ്. നമ്മൾ മദർ പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് ഔട്ട് ആയി പ്ലാന്റ്സ് പ്രീ ഓർഡറും ഉണ്ട്. പ്രീ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടും നമുക്ക് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ 3 ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഓറഞ്ച് തന്നെ കാണിച്ചത്. നിങ്ങളൊന്ന് വീഡിയോയിൽ നോക്കുക. 3 ഭംഗിയാണ്, 3 കളറാണ്. അപ്പോൾ ആ വ്യത്യാസം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കളർ കേട്ടോ. ഇനി അടുത്തത് ബ്ലാക്ക് ബക്കാറ റോസാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു മദർ പ്ലാന്റ് കിട്ടി. ഈ പ്രാവശ്യം ദേ വന്നിട്ടുണ്ട്. ഞാനിത് പ്രീ ഓർഡർ എടുക്കാറില്ല ഈ പ്ലാന്റ്, കാരണം കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് മദർ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ ഈ ബ്ലാക്ക് ബക്കാറ.
കുറച്ച് മുന്നേ നമ്മൾ ബ്ലാക്ക് അബ്രാക്കാഡബ്ര റോസ് കണ്ടല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് ബക്കാറ റോസ് നോക്കി എന്ത് ഭംഗിയാണ്, ഓരോന്നിനും ഓരോ ഭംഗിയാണ്. ഇപ്പോൾ ഓറഞ്ച് തന്നെ പല ടൈപ്പ് കാണിച്ചു, റെഡ് റോസും അങ്ങനെ ഉണ്ട് കേട്ടോ, പല രീതിയിലുള്ളതുണ്ട്, യെല്ലോ ഉണ്ട്. ഓരോന്നും ഓരോ ഭംഗിയാണ്, ഓരോ രീതിയിലാണ് അവരുടെ പെറ്റൽസ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ബ്ലാക്ക് ബക്കാറ റോസ് കിട്ടാൻ നല്ല പാടാണ്. മദർ പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത്. പ്രീ ഓർഡർ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതുവരെ ഞാൻ പ്രീ ഓർഡർ ബുക്കിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ബ്ലാക്ക് ബക്കാറ റോസ് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഡബിൾ ഡിലൈറ്റ് സുന്ദരിയാണ്. ഈ ഒരു പ്ലാന്റ് കിട്ടാൻ നല്ല പാടാണ്. നല്ല പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെയറായിട്ട് വരുന്ന നല്ല സുഗന്ധമുള്ള ഡബിൾ ഡിലൈറ്റ് റോസ് ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റ് ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ, ഒറ്റേ ഒരു പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം റേറ്റ് അതിൽ ഇട്ടിട്ടുണ്ട്, കാരണം കിട്ടാൻ നല്ല റെയറാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആദ്യം ഓർഡർ ചെയ്യുന്ന ആൾക്കാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നമുക്കിനി മുട്ടുകളൊക്കെ വിരിയാനായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നാടൻ റെഡ് റോസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ റെഡ് റോസിൻ്റെ പ്ലാന്റ് ഉണ്ടോ എന്ന്. നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആട്ടോ നാടൻ റെഡ് റോസ് എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, നല്ല തത്തപ്പച്ച നിറത്തിലുള്ള ഇലകളും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയിലുള്ള റെഡ് കളറായിട്ടൊക്കെ ഉള്ളതാണ് ഈ നാടൻ റെഡ് റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ല ബിഗ് സൈസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അതിൽ കുറച്ച് സൈസ് കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. എന്നാലും മദർ പ്ലാന്റ് സ്റ്റാർട്ടിങ് സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീ ഓർഡർ, നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ എൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, ആന്തൂറിയം പ്ലാന്റ്സ്, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് അതിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിൻ്റെ ലിങ്ക് ഒന്ന് നോക്കുക കേട്ടോ.